ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഡിലീറ്റ് ആകാത്ത ഫോൾഡറുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഡിലീറ്റ് ആക്കാൻ സാധിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ചില ഫോൾഡറുകൾ നമുക്ക് ഡിലീറ്റ് ആക്കാൻ സാധിക്കത്തില്ല. അത് നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും ചിലപ്പോൾ അത് ഡിലീറ്റ് ആകത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലർ അവരുടെ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുക തന്നെ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ ഫോർമാറ്റ് ചെയ്യുകയൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് ചില ചെറിയ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ആക്കാൻ സാധിക്കാത്ത ഫോൾഡറുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ രണ്ട് ഫോൾഡറുകൾ കാണാൻ സാധിക്കും, ലോലിപോപ്പ്, മാഷ്മെലോ. ഈ ലോലിപോപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഞാനൊന്ന് ഡിലീറ്റ് ആക്കാൻ നോക്കുകയാണ്. ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞാണ് വരുന്നത്. വീണ്ടും ഞാൻ ട്രൈ അഗെയിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോൾഡർ ഡിലീറ്റ് ആകുന്നില്ല, ട്രൈ അഗെയിൻ എന്നുള്ള ഓപ്ഷൻ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇത് ഞാൻ ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഈ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള മാഷ്മെലോ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഫോൾഡറും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഫോൾഡറുകൾ, ഇതുപോലെ വരുന്ന ഫോൾഡറുകൾ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുക. CMD എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു പുതിയ പേജ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടും ഡിലീറ്റ് ആകാത്ത ഫോൾഡറുകൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേര് നിങ്ങൾ ഓർത്ത് വെക്കുക, ലോലിപോപ്പ് 5 എന്നാണ് ആ ഫോൾഡറിന്റെ പേര്. ഇനി നിങ്ങൾക്ക് ഇവിടെ ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് CD /D C:\users, അതിനുശേഷം വീണ്ടും /, അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് യൂസർ നെയിം കാണാൻ സാധിക്കും. ആ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ യൂസർ നെയിം നിങ്ങളുടെ യൂസർ നെയിം ആയിരിക്കും വരുന്നത്. ഞാനിവിടെ എൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്തു. അതിനുശേഷം വീണ്ടും / കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം ഉറപ്പാക്കുക, അടുത്തത് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോൾഡർ എവിടെയാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഡിലീറ്റ് ആകാത്ത ഫോൾഡറുകൾ ഡെസ്ക്ടോപ്പിലാണ്. ഞാൻ ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം. അതെന്താണെന്ന് പറയാം. DIR /EX. ഓക്കെ, DIR /X എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചില ഇൻഫർമേഷനുകൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, ലോലിപോപ്പ് 5, മാഷ്മെലോ, ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഫോൾഡറുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഡെസ്ക്ടോപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഇതിന് ബാക്കിയായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് RMDIR എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സ്പേസ് കൊടുക്കുക, വീണ്ടും / കൊടുക്കുക, അതിനുശേഷം Q എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സ്പേസ് കൊടുക്കുക, / കൊടുക്കുക, ES എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സ്പേസ് കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ ലോലിപോപ്പ് എന്ന് പറയുന്ന ഈ ഫോൾഡറാണ് ഡിലീറ്റ് ആക്കാൻ സാധിക്കാത്തത്. ഇതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ ലോലിപോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു വേർഡ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ലോലിപോപ്പ് എന്ന് ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല, എന്നാലും ഇവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അതാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫോൾഡർ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏത് വേർഡാണോ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ LOLIPO എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു ചിഹ്നം നിങ്ങൾ ഇവിടെ കൊടുക്കൂ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷം ഒരു നമ്പറുണ്ട്, 1 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എൻ്റർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. എൻ്റർ ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഈ ഫോൾഡർ ഡിലീറ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ലോലിപോപ്പ് എന്ന് എഴുതിയിരുന്ന ആ ഫോൾഡർ ഇതിൽ നിന്നും ഡിലീറ്റ് ആയി പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മാഷ്മെലോ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഫോൾഡർ ഡിലീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കുക, ഇതും ഡിലീറ്റ് ആവുന്നില്ല. ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ട്രൈ അഗെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിത് എത്ര പ്രാവശ്യം ട്രൈ അഗെയിൻ ചെയ്താലും ഈ ഫോൾഡർ ഡിലീറ്റ് ആകത്തില്ല. നമുക്ക് ഈ ഫോൾഡറും ഡിലീറ്റ് ആക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എല്ലാം ടൈപ്പ് ചെയ്തതാണ്. നമുക്കിനി ഫോൾഡർ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഞാൻ അതുകൊണ്ട് ഇവിടെ ഒന്നും ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അതിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. RMDIR, അതിനുശേഷം സ്പേസ് കൊടുത്തു, അതിനുശേഷം / കൊടുത്തു, Q /ES സ്പേസ്, അതിനുശേഷം ഇവിടെ നോക്കുക എന്താണോ ഇവിടെ എഴുതിയിരിക്കുന്നത് മാഷ്മെലോ എന്ന് പറയുന്ന ഈ ഫോൾഡറിന് ലെഫ്റ്റ് സൈഡിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്ററിൽ MARSMELO
ഇ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന സിമ്പിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഡിലീറ്റ് ആകാത്ത ഫോൾഡർ ഇവിടെ ഒന്നും ഡിലീറ്റ് ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ആ ഫോൾഡറും ഡിലീറ്റ് ആയി പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി നിങ്ങളുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും ഫോർമാറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കാണിച്ചു തന്ന ഈ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നും ഡിലീറ്റ് ആകാത്ത ഫോൾഡറുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.